രാഷ്ട്രീയ നേതാക്കന്മാര് വെട്ടാനും കൊന്നുതള്ളാനുമൊക്കെ വിരൽ ചൂണ്ടുമ്പോൾ ഒന്ന് ചിന്തിക്കാൻ പോലും കൂട്ടാക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന 90കളിലെ വസന്തമെന്ന് അഭിമാനിക്കുന്നവര് ഒരേ സ്വരത്തിൽ പറയുന്നു 2K കിഡ്സ് അവർക്കിടയിൽ വയലൻസ് വളരെ കൂടുതലാണെന്ന്. സ്വന്തം പാർട്ടിക്കാരനെ വെട്ടിയെന്നറിയുമ്പോൾ ചോര തെളിക്കുന്ന, എന്നാൽ എതിർ പാർട്ടിക്കാരനാണ് വെട്ടിക്കൊണ്ടതെന്നറിഞ്ഞാൽ അതിൽ മൗനം ഉത്തരമായി നൽകുന്ന ഇതേ പക്വതയുള്ള മനുഷ്യർ പറയുന്നു 2K കിഡ്സ് അവർക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങളില്ലെന്ന്. ഇന്ന് ഇന്റർനെറ്റിൽ തപ്പിയാൽ കിട്ടില്ലെന്നുറപ്പുള്ള 90കളിൽ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മകൾക്ക് കപട സദാചാരത്തിന്റെ ഒരു മുഖം മൂടി അണിഞ്ഞ് പ്രായവും പക്വതയുമുള്ള ഇതേ മനുഷ്യർ ഇന്ന് ആവലാതിപ്പെടുന്നു ഈ തലമുറ ഇതെങ്ങോട്ടാണെന്ന്. ഇന്നും വിട്ടുമാറാത്ത ലൈംഗിക ദാരിദ്ര്യത്തിന്റെ കൂടെ കീഴിൽ ഒരുമിച്ച് ഒരു തരം കിട്ടിയാൽ സ്വന്തം മക്കളുടെ പ്രായമുള്ള പെൺകുട്ടികളുടെ പ്രൊഫൈലിൽ വരെ കയറി ഒരു നാണവുമില്ലാതെ അശ്ലീലം പറയുന്ന ഇതേ പക്വതയെത്തിയ കേരളത്തിലെ കാർന്നവന്മാര് 2K കിഡ്സിനെ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുന്നു, സാംസ്കാരിക കേരളത്തിന് ഇതെന്ത് പറ്റിയെന്ന്. എല്ലാം കൊണ്ടും തികഞ്ഞവരാണ് നിങ്ങളുടെ തലമുറയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നല്ല മനുഷ്യരും മോശം മനുഷ്യരും എല്ലാ കാലത്തും എല്ലാ ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ ഒരു ജനറേഷൻ്റെയോ മതത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഒക്കെ ഭാഗമായി ചിത്രീകരിക്കുമ്പോഴാണ് ഈ ലോകം പരസ്പരം വെറുക്കാൻ പഠിക്കുന്നത്. കുട്ടികളാണ്, നമ്മുടെ ഭാവി തലമുറയാണ്. അടച്ചാക്ഷേപിക്കുന്നതിന് പകരം എങ്ങനെ സംരക്ഷിക്കാമെന്നും വഴികാട്ടാമെന്നും ചർച്ചകൾ ചെയ്യൂ.